ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ സ്പെയിൻ കൺട്രി വെച്ച് ഉണ്ടാക്കാനാണ് ഒരു ടീം ഉണ്ടാക്കാനാണ് നമ്മളിന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലത്തെ വീഡിയോ കാണാത്തവരെല്ലാവരും ചെന്ന് കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. നമുക്കാദ്യം ഈ ഫ്രാൻസ് ടീമിലെ പ്ലേയേഴ്സിനെ എല്ലാം സെല്ലാക്കാവേ. ഞാൻ ആ ഗോൾഡ് പ്ലേയേഴ്സിനെ സെല്ലാക്കുന്നില്ലേ, ഇവരെ എല്ലാം മറ്റേ സാധാ പ്ലേയേഴ്സിനെ സെല്ലാക്കുന്നുള്ളൂ. മറ്റൊരു എല്ലാവരും അങ്ങനെ സെല്ലാക്കിയിട്ടുണ്ട്. നമുക്ക് ടീമിൽ ചെന്ന് നോക്കാം, നമ്മുടെ ടീമിൽ ഏതെങ്കിലും സ്പെയിൻ പ്ലെയർ കിടപ്പുണ്ടോയെന്ന്. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, ഒരു ഗബ്രിയേൽ എന്ന് പറയുന്നൊരു ഗോൾഡ് പ്ലെയർ ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ വാങ്ങിക്കാം. നമ്മൾ അറ്റാക്കിംഗ് ആണ് ഫസ്റ്റ് വാങ്ങിക്കുന്നത്. അറ്റാക്കിങ് നമ്മുടെ മൊറാട്ട ഉണ്ട്, ഒരു അറ്റാക്കറായി. ഇനിയും വേറെ ഡിയാഗോ കോസ്റ്റ ഉണ്ട്. ഇനി ഒരു അറ്റാക്കറൂടെ വേണം. റോഡ്രിഗോ കൊടുപ്പുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നല്ലത് നമ്മുടെ പെട്രോ കൊടുപ്പുണ്ട്. പെട്രോനെ എടുത്താലോ? നമ്മൾ പെട്രോനെ എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ റേറ്റിംഗ് കൂട്ടാം. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മൾ മിഡ്ഫീൽഡേഴ്സ് നോക്കുന്നത്. ഒരാൾ നമ്മളെടുത്ത് നമുക്ക് രണ്ടാൾക്കാരാണ് വേണ്ടത്. എടുക്കുന്ന ഒന്ന് ഇസ്കോയിനെയും പിന്നെ നമ്മൾ മിഡ്ഫീൽഡർ എടുക്കുന്ന ആരെടുക്കണം? നമ്മുടെ ഡേവിഡ് സിൽവ, അവനെ എടുക്കാം. നമ്മുടെ ഡേവിഡ് സിൽവേനെ അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് ഇല്ല കേട്ടോ, സൗണ്ട് ഇല്ല. ഇന്നലെ കറിയുണ്ടാവണേ. ഓ ഗായ്സ്, ഞാനിത് എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ, അതുകൊണ്ട് കാട്ടില്ല. അതുകൊണ്ട് നമുക്ക് സൗണ്ട് കൊടുത്തിരിക്കാം. മിഡ്ഫീൽഡേഴ്സ് നമ്മുടെ കഴിഞ്ഞല്ല, അതിന് ഡിഫൻസ് എടുക്കാം. ഡിഫൻസ് നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ ജെറാഡ് വില്ലൻ പ്ലെയറാണ്. റൊണാൾഡോയുടെ മുമ്പിൽ പുള്ളി വെറും പറയുന്നില്ലേ. നമ്മുടെ റാമോസിനെ എടുക്കാം. നമ്മൾ റാമോസിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെഫ്റ്റ് ആക്കണം. ലെഫ്റ്റ് ബാക്ക് നമ്മുടെ റൈറ്റ് ബാക്ക് കളിക്കാം. റൈറ്റ് ബാക്ക് നമ്മുടെ ആസ്പ്ലിക്കേറ്റ്. നമ്മുടെ ഡാനി കാർവാഹലുണ്ട് കേട്ടോ. കാർവാഹലുള്ളത് എടുക്കത്തില്ല. നമ്മുടെ പണ്ടത്തെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ ഡേവിഡ് ഡിയെ. പണ്ടത്തെ ഭയങ്കര റേറ്റിംഗ് അങ്ങനെ കിട്ടിയില്ല. ഇപ്പോൾ ലാസ്റ്റ് എടുക്കുന്നത് ഡേവിഡ് ഡിയാണ്. ബുഫോണൊക്കെ മാറി നിൽക്കുമായിരുന്നു. ബുഫോണിൻ്റെ പ്രൈമല്ല ഈ 2019 ബുഫോണിൻ്റെ വലിയ പ്രൈമല്ല, എന്നാലും കളിക്കും, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ടീം സെറ്റാക്കാം. അപ്പോൾ ഗോൾ കീപ്പറിനെ എടുത്ത് ഡിയെ ഇടുന്നു. ജോഡി ആൽബനെ ഇട്ടു, കർവാഹലിനെ ഇട്ടു, ഇക്കേനെ ഇട്ടു, റാമോസിനെ ഇട്ടു, ഇസ്കോനെ ഇട്ടു, ഡേവിഡിനെ ഔട്ടിടും. നമുക്ക് ഡിഫെൻസീവ് മിഡ് ഉണ്ടോ നോക്കട്ടെ. ഡിഫെൻസീവ് മിഡ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഡിഫെൻസീവ് മിഡ് ഒന്ന് നോക്കട്ടെ. സ്പെയിൻ്റെ എല്ലാം ഡിഫെൻസീവ് മിഡ് ഉണ്ടോ? ആസ്പിക്കേറ്റ് മിഡ് സൗളുണ്ട്. ഉള്ളി അത്രയ്ക്ക് ഡിഫെൻസ് ഇല്ല. ബിസ്ക്കറ്റ്സിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. ബിസ്ക്കറ്റ്സിന് ഇട്ടിട്ടുണ്ട്. നമുക്ക് സിൽവേനെ ഇടയ്ക്ക് ഇറക്കാം, സബ് ഇറക്കാം. പെഡ്രോ അവനെ നമുക്ക് ഇച്ചിരി പ്ലെയർ കൂട്ടാം. ഈ റേറ്റിംഗ് കൂട്ടും. കണ്ടോ, 38 83 85 നോക്കാം. ഇന്നത്തെ ചെയ്യും 55 പിന്നെ ഡിയാഗോ കോസ്റ്റ കിടക്കട്ടെ. മൊറാട്ടോ ലെഫ്റ്റ് കിടക്കട്ടെ. കളിക്കും കേട്ടോ.
ഇത് കുഴപ്പമില്ല. നമ്മുടെ ടീം ഇതാണ്, നമ്മളെ സ്പെയിനിലെ ടീം. നിങ്ങൾ പുറത്ത് ഞങ്ങൾ ഒരു ഷെഡ് പണിയുക കേട്ടോ. അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇടാവേ. നമുക്ക് ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ പറ്റിയുള്ള വീഡിയോസും ഇനി ഇടാം. എൻ്റെ ശബ്ദമായിരിക്കും, ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടീം. നമുക്ക് ഇനി കിറ്റ് കസ്റ്റമൈസ് ചെയ്യാം. ഇതേ നമുക്ക് എടുക്കട്ടെ, കളർ മാറ്റിയാൽ മതി. നമുക്ക് പ്രൈമറി നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഗെയിമിനകത്ത് അതുകൊണ്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ ടൈപ്പ് മാറ്റാം. ഞാൻ പക്ഷേ മറ്റേ ഇതിട്ടാണ് കളിക്കുന്നത്. സ്പെയിൻ ഒരു മൾട്ടി കളർ അല്ല, 3 കളറുണ്ടെന്ന് തോന്നുന്നു. 3 കണ്ടേ. എന്നാലും നമുക്ക് സ്പെയിൻ്റെ കിറ്റ് സെറ്റാക്കാം. ഞാൻ മണ്ടയ്ക്ക് ഇച്ചിരി ഓറഞ്ചിഷ് കളറാണ് കൊടുക്കുന്നത്. ഇത് മതി ഇച്ചിരി ലൈറ്റ്. ഇത് സെറ്റാണ്. നമുക്ക് സെക്കൻഡറി കളർ നമുക്ക് എന്തെങ്കിലും യെല്ലോ ഇടാം. യെല്ലോ ഇതൊട്ട് ഓക്കെ. ഇനി നമുക്ക് ഷോർട്സ് റെഡാക്കി ചുമ്മാ നോക്കണം. റെഡാക്കി എങ്ങനെയാണ് ഉണ്ടാകുമെന്ന്. ഇങ്ങനെ റെഡാക്കിയ വലിയ കുഴപ്പമില്ല. എന്നാലും വൈറ്റ് അല്ലെ ബ്ലാക്ക് നോക്കിയാലോ? ബ്ലാക്ക് നോക്കണം. നമുക്ക് സോക്സ് കൊണ്ട് ബ്ലാക്ക് ആക്കാം. സോക്സ് ട്രിം ഞാൻ ബ്ലാക്ക് ആക്കി. സോക്സ് ട്രിം വൈറ്റ് കിടക്കട്ടെ. ഷോർട്സാ? ഞാൻ സോക്സാ വിചാരിച്ചു, സോറി. പറ്റിപ്പോകും. വൈറ്റ് ആക്കിയാണ്. നമുക്ക് സോക്സ് ബ്ലാക്ക് ആക്കാം. ഓക്കെ, ഇത് സെറ്റാണ്. നമ്മുടെ കിറ്റും അങ്ങനെ സെറ്റായി. നമ്മൾ കളി കളിച്ച് നോക്കാം. നമ്മൾ ഓഫ്ലൈനാണ് കളിക്കുന്നത്. Welcome to this eagerly awaited meeting of these two teams. The team lineups have been announced. Let's see how they weigh up against each other. This then, how the home team is lining up. They're playing 3-5-2. Can this help them control the midfield? നമ്മളെങ്ങനെ ഹാക്ക് എടുക്കുന്ന ഒരു വീഡിയോ ഇച്ചിരി സൗണ്ട് കൊടുക്കണം. അയ്യോ കഴിച്ച സൗണ്ട് കൊടുക്കണം. ഒരു ഗോൾ അടിച്ചിട്ട് മൊറാട്ടൻ്റെ അടുത്ത് മൊറാട്ട എടുക്ക. ഡിഫൻഡേഴ്സ് ഒരു മൊറാട്ടനെ കളിയാക്കും. ഒരു അടിക്കേണ്ട സമയത്ത് അടിക്കണം. നമുക്ക് കോർണറിൽ ചെയ്തിരുന്ന നല്ല ആളുകളൊക്കെ അധ്യയനം കണ്ടു. ജോലി അധ്യയനം കണ്ടിട്ട് പിടിച്ചോ പെഡ്രോ. അടി 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 എടാ. പക്ഷെ അത് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. അടിയാ അടിയാ. ഓക്കെ ഗായ്സ്, നോക്കല്ലേ ഓക്കേന്നാ കേട്ടോ. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. ഗോൾ അടിക്കുന്നത് നമ്മുടെ ഡിയേഗോ കോസ്റ്റ ആയിരുന്നേ. നമുക്കൊന്ന് ഷോ മോഷൻ ഇട്ട് കാണിച്ചു തരാം. പോകുന്നു. ആരാടാ ഹെഡറടിച്ച്? ഇസ്ക എന്നാണ്. ഇസ്കോ വെച്ചാൽ അടിക്കുന്നു. ഡിയേഗോ കോസ്റ്റ വരുന്നു. നല്ല ഷൂട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ, ഗോൾ കയറി. അതുകൊണ്ട് ഇവൻ വരുന്നത് നമ്മളെ ഗബ്രിയേലിൻ്റെ എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയത്. എനിക്ക് നാളെ കൂടെ കഴിഞ്ഞാൽ എന്നെ പരീക്ഷ എഴുതാൻ തീരും. ഞാൻ റെക്കോർഡിൻ്റെ സാധനം നോക്കിയിട്ട് പൊറാട്ട ചുമ്മാ അടിച്ചോ.
അല്ലേലും അങ്ങനെ Let's see how close that one was to going in. പുറത്തങ്കിൾമാർ സംസാരിക്കുന്നതാണ്. അടിക്കുന്നു കിട്ടിയില്ല. എടാ പിക്കേനെ നിനക്ക് കാണാൻ പറ്റുമോടാ? ഇത്രയും ഉള്ളു പിക്ക് എടുക്ക്. ഗബ്രിയേൽ പിന്നെ എടുക്കുന്നു. ഗബ്രിയേൽ ടു കോസ്റ്റ ടു പെഡ്രോ പോറോ. ടാർഗറ്റ് ആയി പോയി. Nice header. Morata takes the ball. Lovely bit of skill there. Still on the ball. Oh, nice goal. Played into the box. Adia! Here's Pedro. That was a real chance. They were lucky not to score. Let's see that one നമ്മൾ ഈ again. സൈഡ് വ്യൂ കാണുമ്പോഴേ നമ്മൾ എങ്ങോട്ട് അടിക്കുന്നത് നമുക്ക് കാണത്തില്ല. ഈ സൈഡ് വ്യൂ ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ DLSL ഈ സൈഡ് വ്യൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫിഫയൊക്കെ ആണെങ്കിൽ വ്യൂ മാറും ഇടയ്ക്കൊക്കെ. നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടിയടാ ഒരു ക്രോസ് നമ്മൾ കൊടുക്കുവാണ്. പെഡ്രോ പെഡ്രോയെ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ പൈസ എല്ലാം കൊടുത്ത് റേറ്റിംഗ് കൂട്ടിയതാ. എന്നിട്ട് നമുക്കപ്പോൾ ആഡ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സബ് ഇറക്കാം. നമുക്ക് ഡേവിഡ് സില്ലേനെ എടുക്കാം. ഡേവിഡ് ആരെ മാറ്റി ഗൈസ്? നമുക്ക് ഗബ്രിയേലിനെ മാറ്റാം. സെർജിയോ റാമോസ് ടു പെഡ്രോ എങ്ങോട്ടാണ് അടിച്ചത്? നല്ല എടാ അത് ഓടിയെടുക്കുവാണെങ്കിൽ കിടി കഴിയും. അത് ഓടിയെടുക്കും. ജസ്റ്റ് മിസ്സല്ലേ. ഇപ്പം മൊറാട്ട നാളം കെട്ടേനെ. കാരണം എന്നാന്ന് വെച്ചാൽ രണ്ടും കിട്ടിയത്. എടാ നല്ല അടിയായിരുന്നോ? നല്ലൊരടിയായിരുന്നു. കാണാനും പറ്റിയില്ല. പെഡ്രോ ഡിസ്കോ അടിയടാ. അടി ഈ ഗോൾ കീപ്പർ എങ്ങനെ കണ്ടെന്നാണ് അങ്ങോട്ട് പോകുന്നത്. പിക്കെ നല്ലൊരു കിട്ടിയില്ല പാസ്. മൊറാട്ട ടു സെർജിയോ ടു ഡിയോഗോ കോസ്റ്റ. David Silva takes the skill and he shoots. Guys, ഞാനിപ്പോൾ FC മൊബൈലാണ് കൂടുതൽ കളിക്കുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ വെച്ച് അടിക്കുകയാണെങ്കിലും നമുക്ക് ഗോൾ കയറ്റാൻ പറ്റും. പക്ഷെ അത് ഇപ്പോഴും അങ്ങോട്ടങ്ങ് മൈൻഡ് പോയി പോകും അതിൻ്റെ ഒരു സെറ്റിങ്സിലോട്ട്. ഇതുപോലെ അവിടെ ചെന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അതുപോലെ ഇവിടെ വന്ന് കാണിച്ചാൽ കുഴപ്പമുണ്ട്. ഇവിടെ നട്ട്മോളൊക്കെ ഇടുന്ന ഒരു രണ്ട് കൊണ്ടോ ഇവനെന്തോടാ കാണിക്കുന്നത്? പൊട്ടയാണോ ഓട്ടാ? അറ്റാക്കിങ്ങേ ഉള്ളു. വേറെ ഒരു നല്ലൊരു റെയിൻബോ ഷൂട്ട് ഇവിടെ കശത്തിലോട്ടല്ല ഷൂട്ട് ചെയ്യേണ്ട ഐഡിയ. കോസ്റ്റ എന്തു കാണിക്കുന്നത്? എടുക്ക് ഗൈസ്. നാളെയും കൂടെ ഉള്ളു എൻ്റെ പരീക്ഷ. അത് കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം ഗൈസ്. മൊറാട്ട ഒരു നല്ലൊരു ഗോൾ. എടോ പിന്നെ നമ്മൾ സൈഡ് വ്യൂ ആണ്. എനിക്ക് വേണം ഗോൾ അടിച്ച് നമുക്ക് വേണം കളിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ചുമ്മാ ലോങ് ഷൂട്ടൊക്കെ ഇട്ട് അടിച്ച് കളിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറായിട്ട് വേണം ഗോൾ അടിച്ച് കളിക്കാം. നോക്കാം ഇച്ചിരി സമയം കൂടെ ഉള്ളു. നോക്കാം അടിക്കാവോ. അടിക്കേണ്ടതാണ്. പാസ് നല്ല പാസ്സായിരുന്നു. അടിക്കണം. എന്താ ഗോൾ അടിക്കാം. കഴിഞ്ഞടാ. ഇനി 3 മിനിറ്റ് കൂടെ ഉള്ളു. 3 സെക്കൻഡ് കൂടെ ഉള്ളു. 1 2 3 3 സെക്കൻഡ് ഉണ്ട്. കഴിയേണ്ടതാണ്. നാളെ കിടത്തില്ല കളി നിർത്തണ. എത്തണ്ട സമയം എത്തത്തില്ല.
നമുക്ക് അടുത്ത ഗെയിം തൊട്ട് ഗോൾ അടിച്ച് കളിക്കാവേ. നമ്മൾ എത്ര പ്രാവശ്യം ഗോൾ അടിക്കുക. ഞാൻ പണ്ട് ചുമ്മാ സിമ്പിളായിട്ട് ഇതിനകത്ത് ഗോൾ അടിക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ ലോങ് റേഞ്ച് ഷൂട്ടൊക്കെ അടിച്ചിരിക്കുന്നത്. നമ്മളെ മാൻ ഓഫ് ദ മാച്ച് നമ്മൾ അടിയ കോസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഏതെടുക്കണം? നമ്മുടെ ബെസ്റ്റ് 11 ബാർസലോണയുടെ. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. അതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മൾ റോഡ് ടു 100 ആണ്. ഇനിയും കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് മതി. 89 സബ്സ്ക്രൈബേഴ്സായി. നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.